ബാലിന്റെ ഗോമതിയുടെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വലിയ ആളും കളിച്ച് സുകന്യ മീനാക്ഷിയുടെ ആകാശിന്റെ മുറിയിലേക്ക് ചെന്നു. അപ്പൊ ആകാശിനെ താൻ വിളിച്ചോണ്ട് വരാം, അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അവന് ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വരണം, അല്ലെങ്കിൽ താനും ധർമ്മേട്ടൻ ഇവിടെ നിൽക്കില്ല, തങ്ങള് കൃഷ്ണമംഗലത്തേക്ക് പോകുന്നൊക്കെയാണ് സുകന്യ ബാലിനോട് പറഞ്ഞത്. അങ്ങനെ സുകന്യ പോയി ആകാശനെ വിളിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, എന്താ സുകന്യ ചേച്ചിന്ന് ചോദിക്കണം. അതെ, ആകാശനോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്തിന്? അതെ, ആകാശിനോട് ബാലേട്ടന് സംസാരിക്കണം പോലും. അല്ല, അച്ഛനിപ്പോ എന്ത് സംസാരിക്കാനാ? ആകാശ് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ഉറങ്ങുന്ന ആകാശിനെ എത്രയും പെട്ടെന്ന് അതിന് മീനാക്ഷി ഉണർത്തിക്കൊണ്ട് വാ, അല്ലെങ്കിൽ ബാലേട്ടൻ ഇങ്ങോട്ടേക്ക് വരൂന്ന് പറയണം. ആകാശിനോട് മദ്യപിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറഞ്ഞല്ലേ ബാലേട്ടന്. ആകാശം മദ്യപിച്ചു, ഞാൻ മീനുവിനോട് പറഞ്ഞല്ലേ നോക്കണം എന്നുള്ള കാര്യം. പക്ഷേ മീനാക്ഷിക്കോ ആകാശിനെ ഈ വീട്ടിൽ നിന്ന് പോവാനായിട്ടാ യോഗം. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, ഇത് ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറയണം. പ്രശ്നം ഉണ്ടാക്കിയ ഞാനല്ലല്ലോ, ആകാശല്ലേ. മദ്യപാനികളുള്ള വീട്ടിൽ നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആകാശിനെ വിളിക്കാൻ പറയണം. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ വരാൻ പറഞ്ഞ വന്നാ മതി, അല്ലെങ്കിൽ ബാലേട്ടൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. ഒടുവിൽ മീനാക്ഷി പോയി ആകാശിനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ആഘോഷിച്ചു, എന്താന്നൊക്കെ ചോദിക്കുകയാണ്. എഴുന്നേക്കാൻ പറയണം. എഴുന്നേക്കാനോ? ഓ, ഭയങ്കര സന്തോഷമായി സുകന്യക്ക് ആ കാഴ്ച കണ്ടപ്പോ. ഒരു ശല്യം ഇന്നത്തോടു കൂടി തീരും. ആകാശം മീനാക്ഷിയും രണ്ടെണ്ണത്തിന് ഇന്ന് ബാലേട്ടൻ പടിയടിച്ച് വിണ്ടം വെക്കും. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷപൂർവ്വം കാത്തു നിൽക്കുകയാണ്. പിന്നീട് ആകാശ് മീനാക്ഷിയോട് പറഞ്ഞു, എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ, ഇങ്ങോട്ടേക്ക് വാ ആകാശം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും സുകന്യ അങ്ങോട്ട് പോയി. ആ സമയം മീനാക്ഷി ആകാശത്തോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ മദ്യപിക്കരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ആ സുകന്യേച്ചി ആണെങ്കിൽ അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എനിക്കറിയത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളെന്ന്. മീനാക്ഷിക്ക് നല്ല ടെൻഷനായി. അങ്ങനെ അവരങ്ങോട്ട് ഹാളിലേക്ക് പോവാണ്. ആ സമയം സുകന്യയോട് ബാലൻ ചോദിച്ചു, ആകാശ് എന്തിന്ന് ചോദിച്ചു. ആകാശ് വരുന്നുണ്ട്, മദ്യപിച്ച് ലെക്കായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു, ഇപ്പോഴേക്കും മീനാക്ഷി വിളിച്ചോണ്ട് വരുമെന്ന് പറയണം. അങ്ങനെ മീനാക്ഷി ആകാശിനെ കൊണ്ട് അങ്ങോട്ട് വന്നു. ബാലൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സെറ്റിയാല്. ആ സമയത്ത് മിത്ര ദയനീയമായിട്ട് മീനാക്ഷിനെ ഒന്ന് നോക്കുവാണ്. സുകന്യയുടെ മുഖത്ത് മാത്രം സന്തോഷമുള്ളൂ. ധർമ്മനും ഭയങ്കര സങ്കടമായി. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എടാ നീ മദ്യപിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. ആകാശ് പറഞ്ഞു, ഇല്ലാന്ന് പറയാ. കള്ളത്തരം പറയണോ? ഞാൻ മദ്യപിച്ചിട്ടില്ല. അത് കേട്ടപ്പം സുകന്യ പറഞ്ഞു, കണ്ടില്ല ആകാശ് പച്ച കള്ളം തന്നെ പറയണേ, നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല ആകാശിന്, എന്നിട്ട് ആകാശ് കള്ളത്തരം പറയുന്ന ആടി ആടി നിൽക്കുന്ന കണ്ടോന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മദ്യപിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളല്ലേടാ. അതെ, മദ്യപിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന് പറയണം. ആകാശോട് ഞാൻ മദ്യപിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം, നീ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറയണം. എന്റെ മുന്നിൽ വന്ന് സംസാരിച്ച് പറയടാ ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് എന്ന് പറയണം. ആരുടെ സഹായം ഇല്ലാതെ എന്റെ അടുത്തേക്ക് വാ, എന്റെ മുന്നിൽ വന്നെന്ന് പറയണം നീ മദ്യപിച്ചിട്ടില്ലാന്ന്. അത് കേട്ടപ്പോ ആകാശൊന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, കണ്ടില്ലേ ആകാശ് വരുന്നില്ലല്ലോ. ആകാശം മദ്യപിച്ച് ലക്കിട്ട് നിൽക്കുന്നതുകൊണ്ട് ആകാശിന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ധർമ്മം പറഞ്ഞു, സുകന്യെ നീ ഒന്നും മിണ്ടാതിരിക്കുക, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. ഓ, ഞാൻ പറയുമ്പോ എന്താ ധർമ്മേണ്ണ ഇത്ര കുറ്റം? ബാലേണ്ണ പറഞ്ഞ് മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകാശിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന്. സുകന്യെ നീ വെറുതെ ഒരു പ്രശ്നം വഷളാക്കാൻ നോക്കരുത്. അളിയാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. ആകാശിന്റെ അബദ്ധം പറ്റി, ഞാൻ പറഞ്ഞ അവനെ നേരെയാക്കാം, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ദേ, നിന്നോട് ഞാൻ ഇപ്പൊ അഭിപ്രായം എന്തേലും ചോദിച്ചോ? ധർമ്മ, നീ അവിടെ മിണ്ടാതിരുന്നാ മതി, ഈ ബാലിനൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സുകന്യ പറഞ്ഞു, കണ്ടില്ലേ ഇങ്ങനെ വേണമെന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, വാടാ ഇങ്ങോട്ടെന്ന് പറയണം. ഈ സമയം സുകന്യ പറഞ്ഞു, ആകാശ് വരാനൊന്നും പോകുന്നില്ല, ഇനിയിപ്പം ഇവരെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി പോണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി ഒരു നിമിഷം പോലും നിൽക്കണ്ട, ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിക്കോണോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മീനാക്ഷി ദയനീയമായിട്ട് ആകാശിനെ നോക്കുകയാണ്. അപ്പോഴേക്കും ആകാശ് ചോദിച്ചു, അച്ഛൻ എന്താ അറിയണ്ടേ? ഞാൻ മദ്യപിച്ചിട്ട് വന്നെന്നാണ് അറിയണ്ടേ, ഞാൻ അങ്ങോട്ട് നടന്നു വന്നാ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങ് നടന്നു ചെല്ലുവാണ് സ്റ്റഡിയായിട്ട്. ഒരു നിമിഷം സുകന്യ ഞെട്ടിപ്പോയി. സുകന്യ ഇത് പ്രതീക്ഷിച്ചതല്ല. അപ്പം മദ്യപിച്ചിട്ടില്ലേ? അപ്പോഴേക്കും ആകാശം പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, ആരാ പറഞ്ഞ അച്ഛനോട് ഞാൻ മദ്യപിച്ചെന്ന്? അത് സുകന്യ എന്ന് പറഞ്ഞു. അതിനെ സുകന്യ വെച്ച് കണ്ടോ ഞാൻ മദ്യപിച്ചിട്ട് വന്നേ? അല്ല, അത് പിന്നെ മുറിയില് വാദി പ്രതിയായ അവസ്ഥയായപ്പോയി സുകന്യ ശരിക്കും നാണം കിട്ടും. സുകന്യ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത്
ധർമ്മന് സന്തോഷമായി സമാധാനമായി. ഓ രക്ഷപ്പെട്ടു. ആകെപ്പാടെ പേടിച്ചു പറിച്ച് നിൽക്കുമായിരുന്നു. മീനാക്ഷിയും മിത്രയൊക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. സുകന്യനെ നോക്കി കളിയാക്കി ചിരിച്ചു കഴിഞ്ഞപ്പോൾ സുകന്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നത്. ആ സമയം ബാലൻ പറഞ്ഞു, അല്ല നീ മദ്യപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതെ, ഞാൻ മദ്യപിച്ച് വരാനായിട്ട് ഇവിടെ കാത്തിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്, എന്നെ മീനാക്ഷിനെ ഇവിടെ അടിച്ചു പുറത്താക്കാനായിട്ട്. അതെന്താണെങ്കിലും നടക്കാൻ പോകുന്നില്ല. ഞങ്ങളെ പുറത്താക്കിയിട്ട് വേണം ഇവിടെ ചിലർക്കൊക്കെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട്. അതെന്താണെങ്കിലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് ആകാശം മീനാക്ഷിയോട് പറഞ്ഞു, ബാ മീനു എന്നും പറഞ്ഞു മീനാക്ഷിയുടെ കയ്യെ പിടിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. ബാലനൊന്നും മിണ്ടാതെ കയറിപ്പോയി. മിത്ര സുകന്യയെ നോക്കിട്ട് ചോദിച്ചു, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു, എന്താ സുകന്യ ഇതൊക്കെ? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്താന്ന്? നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അങ്ങനെ അടിച്ചു പുറത്താക്കാന്ന് വിചാരിച്ചോണ്ടിരുന്നല്ലേ? നാണം ഉണ്ടോ നിനക്കെന്നൊക്കെ ചോദിച്ചോണ്ട് ധർമ്മൻ അങ്ങോട്ട് പോയി. സുകന്യക്ക് നല്ല ദേഷ്യമായി. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു സുകന്യക്കത്. പിന്നീട് സുകന്യ നേരെ കൃഷ്ണമംഗലത്തേക്ക് എല്ലുവാണ്. അങ്ങനെ കൃഷ്ണമംഗലത്തെ എന്ന് സംസാരിക്കണ സമയത്ത് രാജശ്രീയോട് കാര്യങ്ങളൊക്കെ പറയാ. രാജശ്രീ പറഞ്ഞു, ഇടപെടുന്ന സൂക്ഷിച്ചു വേണം. എല്ലാം വിളച്ചിൽ പിടിച്ചതങ്ങളാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ? എന്നാലും എനിക്കത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞാൻ കണ്ടതാ ആകാശ് ആടി ആടി പോകുന്നതൊക്കെ. അതൊക്കെ അവന്റെ വെറും അഭിനയം മാത്രമായിരുന്നു, മനസ്സിലായില്ലേ? ഞാൻ കൊടുക്കുന്നുണ്ട് പണി. എന്താണല്ലോ ഇതങ്ങനെ വെറുതെ വിടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണ. പിന്നെ ആകാശിനും മീനാക്ഷിക്കും ഒക്കെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത്? അല്ല, എന്റെ കല്യാണം ഇതിനു മുമ്പ് കഴിഞ്ഞാണോന്നൊക്കെ. കല്യാണം മുമ്പ് കഴിഞ്ഞാണോന്നോ? ദൈവമേ, അങ്ങനെയെങ്കിലും ആ ദേവമകൾക്ക് ബാലൻ അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്റെ ജീവിതം കൂടെ തകർന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ? പിന്നെ വിഷമിക്കാതെ. എനിക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന് അറിയാവോ? എങ്ങാനും പിടിക്കപ്പെട്ടാ തീർന്നു. എല്ലാം കൂടെ അറിഞ്ഞിട്ട് ഞാനും കൂടെ ചെറും ചതിക്കുമായിരുന്നു പറയും. ഇവിടെ അമ്മയും നന്ദിതേച്ചിയൊക്കെ എല്ലാവരും കൂടെ അങ്ങനെ തന്നെ പറയുള്ളെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ ആരും അറിയാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ ചേച്ചിയായിട്ടത് കൊട്ടി ഘോഷിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞു. ആ സമയം മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിക്കുകയാണ്. മീനാക്ഷി പറഞ്ഞു, എന്നാലും ആകാശിന്റെ അഭിനയം സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല മിത്ര. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. മിത്ര പറഞ്ഞു, അതെ, ആകാശാണ് അങ്ങനെ ചെയ്യുവോ? ഇന്നലെ ചേച്ചിക്ക് വാക്ക് വന്നല്ലേ മദ്യപിക്കില്ലെന്ന്. അത് ശരിയാ, പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലോ എന്ന് പറയണം. ഈ സമയത്ത് ഉദയഭാനു ശ്രീകലയും കൂടെ ചില തീരുമാനങ്ങൾ എടുത്തു. ശ്രീദേവിയെ കാണാനായിട്ട് പോകണം. പോവാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഉദയഭാനു കുറെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ പോകുന്ന സമയത്ത്. അങ്ങനെ എന്ത് ചെയ്തു? ഉദയഭാനു ഒരാളെ പോയി പറ്റിച്ച് കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി ഇതൊക്കെ ആയിട്ട് ശ്രീദേവിയുടെ അടുത്തേക്ക് പോകണം. അപ്പൊ നാളെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവിയൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോയേക്കോ എന്നുള്ള കാര്യം പറഞ്ഞേ. ആ സമയം ഉദയഭാനു പറഞ്ഞു, ഹായ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവര് വന്നിട്ട് പോകാന്ന് പറയാണ്. ശ്രീകല പറഞ്ഞൊരു കാര്യം പറയാം, ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല, അവിടെ ഒരു പുതിയ പെണ്ണും കൂടെ വന്നിട്ടുണ്ട്. അവൾ എത്ര കാര്യമൊന്നും അറിയത്തില്ല. ഇത്രയും കാലം ദേവമംഗലത്തുള്ളവരെയൊക്കെ നമ്മൾ പറ്റിച്ചു. ഇപ്പൊ ഈ പറയുന്ന ആനന്ദിന് മാത്രം സത്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ വന്നിരിക്കുന്ന പെണ്ണ് അവള് ചിലപ്പം ബുദ്ധിമതിയാണെങ്കിലും നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് പറയണം. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്ര വലിയ ബുദ്ധിമാനായ ബാലൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉദയഭാനു പറയാണ്. ഉദയഭാനുവിനെ അറിയത്തില്ല ബാലനെ അറിയാന്നുള്ള കാര്യങ്ങളൊന്നും. അതുകൊണ്ട് അവളെ കറക്കിയെടുക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ശ്രീകല എന്നൊക്കെ പറഞ്ഞ് ശ്രീകലെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഗോമതി ശ്രീദേവിയൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പ്രസാദം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വിളിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. സുകന്യക്കാണെങ്കിലോ വല്ലാത്തൊരു ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഗോമതി ചേച്ചി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഗോമതിയോടും ഇത്രയും മീനാക്ഷി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ഗോമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. അത് മാത്രമല്ല, ബാലേട്ടന് കീയും ബായും ഒക്കെ എടുത്തു കൊടുത്തേ അതും മീനാക്ഷിനെ ഏർപ്പാടാക്കിയിട്ട് പോയ കാര്യങ്ങളാ. അതാണ് സുകന്യ എഴുതിയിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പണിക്ക് തിരിച്ചു പണി തന്നെ കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.